തമിഴ്നാട്ടിൽ നിയമസഭയിൽ കേരളത്തിൽ സർക്കാർ എഴുതിയ അതേ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ഒരു വരിയും ഇല്ലാതെ വിടാതെ വായിച്ചു. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു വിവരമനുസരിച്ച് അവിടെ ഗവർണറും സർക്കാരും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. നിയമസഭയിൽ നിന്ന് ഗവർണർ ഇറങ്ങിപ്പോയി. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ തമിഴ്നാട്ടിൽ ഗവർണർ രവി അവിടെ സ്റ്റാലിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി എന്നാണ് ഇപ്പോൾ ലോക് ഭവന്റെ ഒരു പ്രസ് റിലീസ് വരുന്നുണ്ട്. ഗവർണറുടെ മൈക്ക് ഓഫ് ചെയ്തു എന്നാണ് ഗവർണറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഗവർണർ പലതവണ സംസാരിക്കാൻ ശ്രമിച്ചു. അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദളിത്, സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് ദളിത് വിമാന ഷാർപ്ലി ഇൻക്രീസിംഗ്, ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. നയപ്രഖ്യാപന പ്രസംഗം തമിഴ്നാട്ടിൽ വായിക്കാതെ തമിഴ്നാട് ഗവർണർ രവി ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. വിനിത വേണു നമുക്കൊപ്പം ചേരുന്നു. വിനിത വേണു, ഇപ്പോൾ വളരെ വളരെ ഒരുപക്ഷെ അസാധാരണമായ ഒരു പ്രസ് റിലീസാണ് തമിഴ്നാട് ലോക് ഭവനിൽ നിന്ന് വന്നിരിക്കുന്നത്. അവിടെ ഗവർണർ സംസാരിക്കാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് RN രവി ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്? വിനിത വേണു. ഡോക്ടർ അരുൺ, നയപ്രഖ്യാപന പ്രസംഗത്തിന് തൊട്ടു മുൻപ് ദേശീയഗാനം ആലപിക്കാതെ തമിഴ് വാഴ്ത്താളത്തോടെ ആരംഭിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഗവർണർ ഇപ്പോൾ നിയമസഭയിൽ നയപ്രഖ്യാപനം വായിക്കാതെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. മാത്രമല്ല, ലോക് ഭവന്റേതായ ഭാഗത്തുനിന്ന് വരുന്ന ഇപ്പോഴത്തെ ഒരു കുറിപ്പ് ഗവർണറുടെ മൈക്ക് ഓഫ് ചെയ്തു എന്നതാണ് ലോക് ഭവൻ ആരോപിക്കുന്നത്. മാത്രമല്ല, ദേശീയഗാനം ആലപിക്കാതെ ഒരിക്കൽ കൂടി അപമാനിച്ചു എന്നുകൂടിയാണ് പറയുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും പാലിച്ചില്ല എന്ന് പറയുന്നു. നമുക്കറിയാം, ഗവർണർ RN രവിയും തമിഴ്നാട് സർക്കാരും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയുമായി വലിയ രീതിയിൽ പോര് ഒരു സമയത്തുണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ നയപ്രഖ്യാപനം വായിക്കാൻ ഗവർണർ എത്തും എന്ന് അറിയിച്ചത് തന്നെ ഏറെ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ്. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ അവിടെ ഗവർണർ വായിക്കുമെന്നൊരു ആകാംക്ഷയും ഇവിടുത്തേതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നയപ്രഖ്യാപനത്തിന് നിന്നിട്ടേയില്ല, ഗവർണർ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റാലിൻ സർക്കാരിന്റെ നടപടി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, നിയമസഭയിൽ സംസാരിക്കാൻ അനുവദിച്ചതേയില്ല എന്നാണ് ഇപ്പോൾ ലോക് ഭവനിൽ നിന്ന് വരുന്ന വിശദീകരണമായ കുറിപ്പ്. എന്നാൽ ഗവർണറുടെ നടപടി ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിക്കുകയാണ്. ഒന്ന് PR സുനിലേക്ക് കൂടി പോയി വരാം. വിനീത, PR സുനിൽ, ഇത് അസാധാരണമായ ഒരു നീക്കമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന്, അതേപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സാധാരണ അതിനൊരു രീതിയുണ്ട്. സഭയിലെ ബിസിനസ് ക്രമം അനുസരിച്ച് ഗവർണർ എപ്പോൾ സഭയിലെത്തിയാലും അവിടെ ജനഗണമന പാടി, ദേശീയഗാനം പാടിയാണ് സഭയിൽ ഗവർണറെ വരവേൽക്കുന്നതും ഗവർണർ പ്രസംഗം തുടങ്ങുന്നതും. എന്നാൽ ഇത്തവണ ജനഗണമന അഥവാ ദേശീയഗാനം ആലപിക്കാനുള്ള അവസരം നൽകിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ് റിലീസിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ അസാധാരണമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗവർണറുടെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തു എന്ന് പറയുന്നു. രണ്ടാമത്തേത്, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ പലതും സാധൂകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത് പൊള്ളയായ അവകാശവാദങ്ങളാണ് എന്നാണ് ഗവർണർ പറയുന്നത്. ഗവർണർക്ക് എങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം നിശ്ചയിക്കാൻ കഴിയുന്നത്? അത് തയ്യാറാക്കുന്നത് സർക്കാരാണ് എന്നിരിക്കെ തമിഴ്നാട്ടിൽ RN രവി സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ ഇടപെടുകയാണോ? അസാധാരണമായ നാടകീയമായ സംഭവവികാസങ്ങളാണോ തമിഴ്നാട്ടിൽ? അരുൺ, ജനാധിപത്യ സംവിധാനത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നീക്കമാണ് തമിഴ്നാട് ഗവർണർ RN രവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത് ആദ്യമായിട്ടല്ല തമിഴ്നാട് ബജറ്റ് സമ്മേളനത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇതിനു മുൻപും കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ ബോയ്ക്കോട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അതേ തുടർച്ചയാണ്, അതിന്റെ അതേ ആവർത്തനമാണ് ഇപ്പോൾ ഈ വർഷവും ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം കൂടുതൽ തീവ്രമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുകയും അതിന്റെ പേരിൽ സർക്കാരുമായി വലിയ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം, ഒരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത്തവണ ഗവർണർ കൂടുതൽ തീവ്രമായി സർക്കാരിന്റെ നീക്കങ്ങളെ, നയപരമായ തീരുമാനങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ 3 പേജുള്ള ഈ ഗവർണറുടെ വിശദീകരണ കുറിപ്പിൽ തീർച്ചയായും ഓരോ വരികൾ വായിച്ചാലും വലിയ അസാധാരണത്വം നമുക്കിതിൽ പ്രകടമാണ്. ഏതായാലും മൈക്ക് ഓഫ് ചെയ്തു എന്നാണ് പ്രധാന ആരോപണമായി ഗവർണർ ഉയർത്തുന്നത്. മാത്രമല്ല, സഭയിൽ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല, സഭയിൽ ഗവർണറുടെ അവകാശങ്ങൾ സംരക്ഷിച്ചില്ല എന്നൊക്കെയുള്ള ഗുരുതരമായ പൊള്ളയായ അവകാശവാദങ്ങളാണ്. മാത്രമല്ല, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വളരെ നിർണായകമായ വിഷയങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നില്ല.
അതായത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിൽ ആത്മഹത്യയെക്കുറിച്ച്, സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതൊക്കെ വസ്തുതയായിരിക്കെ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ്. അതുകൊണ്ട് താൻ സംസാരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സമയത്ത് മൈക്ക് ഓഫാക്കി എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങളാണ്. കേരളത്തിൽ നമ്മൾ സംശയിച്ചിരുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനത്തിന്റെ ഭാഗം വായിക്കില്ല എന്നാണ്. പക്ഷേ ഗവർണർ ഒരു വരി പോലും ഒഴിവാക്കാതെയാണ് കേരളത്തിലെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു തീർത്തത്. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു. ഗവർണർ RN രവി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ നിയമസഭ വിട്ടിറങ്ങിയിരിക്കുന്നു. AIADMK വിട്ടിറങ്ങിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തമിഴ്നാട്ടിൽ നാടകീയ സംഭവ വികാസങ്ങളാണ്. ഗവർണർ സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് ഓഫ് ചെയ്ത് തടസ്സപ്പെടുത്തി. സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്നുള്ളതാണ് ഗവർണറുടെ പ്രസ് റിലീസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ അസാധാരണമായ നീക്കം.